മറുനാടൻ മലയാളികളുടെ വിഷു ആഘോഷങ്ങൾ പുലർച്ചെ മുതൽ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ രാവിലെ 4 മണിക്ക് തുടങ്ങിയ ക്യൂ ആണ്. ഇപ്പോഴും നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കണി കാണുവാൻ വേണ്ടി വളരെ വിപുലമായ രീതിയിലുള്ള ആഘോഷമാണ് ക്ഷേത്രം ഭാരവാഹികളുടെ ഭാഗത്തു നിന്നും ഒരുക്കിയിരിക്കുന്നത്. നീണ്ട ക്യൂ ആണ്. ഏകദേശം 10,000-ഓളം പേർ ജനങ്ങൾ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ക്ഷേത്രം ഭാരവാഹികൾ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 20,000 പേരെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ വലിയ ആഘോഷങ്ങളിലേക്ക് മറുനാടൻ മലയാളികളുടെ വിഷുദിന ആഘോഷം മാറിയിരിക്കുകയാണ്. ഐശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വിഷു ആഘോഷത്തിലേക്ക് മലയാളികൾ എത്തുന്നു. ഈ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികൾ ഇത്തരത്തിൽ വലിയ ആഘോഷ നിറവിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിവിധ ഇടങ്ങളിൽ താമസിക്കുന്നവരെല്ലാവരും ഒത്തുചേരുന്നു, സ്നേഹം പങ്കിടുന്നു, പരസ്പരം കാണുന്നു. അതിലൂടെ ആ ഒരു സ്നേഹം പങ്കുവെക്കുന്ന ഒരു ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ഉത്സവമായിട്ട് വിഷുദിന ആഘോഷത്തെ മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഈ ക്ഷേത്രം ഭാരവാഹികൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വിഷു ആഘോഷങ്ങളെ പറ്റി പറയുകയാണ്. ചേട്ടാ, വിഷു ആഘോഷങ്ങൾ വലിയ തിരക്കാണ്. വലിയ തിരക്കാണ്. രാവിലെ 4:30 തുടങ്ങി ഇവിടെ ദർശനം തുടങ്ങി. ഒരു 12 മണി വരെ ഉണ്ടാവും. ഒരു 20,000 പേര് ഓൾമോസ്റ്റ് ഇപ്പോൾ ദർശനത്തിനുണ്ട്. ഇനിയും ആൾക്കാർ റോഡിൽ ലൈൻ നിൽക്കുകയാണ്. ഇനി വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ തുടങ്ങും. ഹിന്ദിക്കാർ ഇഷ്ടമാതിരി വരും. ഒരു 9-9:30 വരെ അതും ഉണ്ടാവും. മൊത്തത്തിൽ തിരക്കാണ്. വിഷുവിൻ്റെ ദിവസം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം കഥകളിയും പിന്നെ ഡാൻസ് പ്രോഗ്രാം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഭക്തജനങ്ങൾക്ക് വേണ്ടി. ബാക്കിയുള്ള കാര്യങ്ങൾ ജോയിന്റ് സെക്രട്ടറി രാവിലെ 6:30 മുതൽ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് 11-11:30 വരെ ഉണ്ടാവും. എല്ലാ ഭക്തർക്കും വയറ് നിറയെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ പഴങ്ങൾ. വൈകുന്നേരം അതുപോലെ കഥകളിയും അതിനനുസരിച്ച് ലഘുഭക്ഷണം എല്ലാം ക്ഷേത്രത്തിൻ്റെ ഭംഗിയായി ചെയ്യുന്നുണ്ട്. ഇപ്പം ഏകദേശം 500 കിലോ റവ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ലൈവായിട്ട് കൊടുക്കുകയാണ് കൗണ്ടറിൽ. അതായത് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്ന അനുസരിച്ച് വലിയ വിപുലമായ ആഘോഷങ്ങളാണ് ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 20,000-ഓളം പേരെ പ്രതീക്ഷിച്ചുകൊണ്ട് സദ്യ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു. രാവിലെ മുതൽ തന്നെ ആഘോഷങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ നീണ്ട ക്യൂ ആണ്. രാവിലെ 4 മണി മുതൽ എത്തിയ ജനങ്ങളുടെ ക്യൂ ആണ് ക്ഷേത്ര ദർശനത്തിന് വേണ്ടി. ഏകദേശം 1/2 കിലോമീറ്ററോളം നീണ്ട ക്യൂ ആയിരുന്നു. ഇവർ ഇപ്പോൾ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി പല ഗ്രൂപ്പുകളായിട്ട് അല്ലെങ്കിൽ വരിവരിയായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. വലിയ ആഘോഷങ്ങളിലേക്ക് മലയാളികളുടെ ഒരു വിഷുദിനം മാറിയിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ കുറച്ച് മലയാളികളുണ്ട്. അവരുടെ വിഷു ആഘോഷങ്ങൾ എങ്ങനെയാണെന്ന് ചോദിക്കാം. അടിപൊളിയാണ്. ഞങ്ങളിവിടെ കോളേജിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഈ അമ്പലത്തിന് വരാറുണ്ട്. അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ തൊഴാൻ പറ്റി. നല്ലതായിരുന്നു. രാവിലെ തന്നെ എത്തി. നീണ്ട ക്യൂ ആയിരുന്നു. എന്തായാലും തൊഴാൻ പറ്റി. അത് ഭാഗ്യമാണ്. എല്ലാ വർഷവും ഇവിടെ തന്നെയാണ് വരുന്നത്? എല്ലാ വർഷവും ഇവിടെ തൊഴാൻ എത്താറുണ്ട്. വലിയ ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞ ഏകദേശം 20,000-ഓളം ഭക്തജനങ്ങളാണ് എല്ലാ കൊല്ലവും വരുന്നതെന്നാണ്. അതെ, ഏകദേശം 20,000-ഓളം ഭക്തജനങ്ങൾ വരാറുണ്ട്. വലിയ ആഘോഷങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. നീണ്ട ക്യൂ ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം 4-5 മണിക്കൂറായിട്ട് ക്യൂവിൽ നിന്ന് ഭക്തരാണ് ഇപ്പോൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അത്തരത്തിൽ വലിയ സന്തോഷത്തിൻ്റെ പങ്കിടലിൻ്റെ ഒരു അവസരമായിട്ട് വിഷുദിനം മാറിയിരിക്കുകയാണ്. ഈ വിഷുവിൽ എല്ലാവരും ഒത്തുചേരുന്നു. പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ, പല സ്ഥലങ്ങളിൽ പഠിക്കുന്നവർ, അങ്ങനെ ഈ ഡൽഹിയുടെ വിവിധ മേഖലകളിൽ എത്തിയ വിശ്വാസി അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ താമസിക്കുന്നവരാണ് ഇവിടെ എത്തി വിഷു ആഘോഷത്തിൽ പങ്കെടുത്ത് ക്ഷേത്ര ദർശനം കടന്ന് ക്ഷേത്ര ദർശനമൊക്കെയും കഴിഞ്ഞ് മടങ്ങുന്നത്. എന്തായാലും ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം സജു തോമസ്, മീഡിയ.